അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബന്ധങ്ങൾ അകാരണമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. കുടുംബ ബന്ധമാവട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, അയൽവക്ക ബന്ധമാവട്ടെ, ഗുരുശിഷ്യ ബന്ധമാവട്ടെ, ബന്ധങ്ങൾ ഒരുപാട് പലതരത്തിലുണ്ട്. ഇന്നത്തെ ന്യൂജൻ കാലത്ത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. പക്ഷേ ആ ബന്ധങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുറിച്ചു കളയുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നു. നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, ഏതൊരു മനുഷ്യനും ഏറ്റവും വലിയ കടപ്പാടും സ്നേഹവും കാണിക്കുന്ന ഒരു ബന്ധമാണ് ഉപ്പയും ഉമ്മയും. അവരോടുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാടും കടമയും അതെത്ര തന്നെ പറഞ്ഞാലും തീരൂല. എന്നാൽ ഇന്നത്തെ കാലഘട്ടം ആ ബന്ധങ്ങൾക്ക് പോലും യാതൊരുവിധ വില കൽപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക്, ആ ബന്ധങ്ങൾ പോലും കൃത്യമായി നേരെ ചൊവ്വെ കൊണ്ടു നടക്കാത്ത ഒരവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുവരികയാണ്. വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരോടാണ് കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് തൻ്റെ ഉമ്മയോട് എന്ന് ആവർത്തിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തന്നത് ഉമ്മയുടെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം. എന്നാൽ ആ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ഉപ്പ എന്നുകൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കണം. നല്ല രീതിയിൽ മനസ്സിലാക്കണം ആ ബന്ധങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും അവരുടെ ജീവിതകാലത്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. അവരുടെ ശബ്ദം, അവരുടെ അനക്കം, അവരുടെ പെരുമാറ്റം, ഇതൊക്കെയും നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. എന്നാൽ അവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. അവർ നമ്മോട് വിട പറഞ്ഞ് ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഖബർ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേവലം മീസാൻ കല്ലിന്റെ കളറ് നോക്കി, ചെടിയുടെ പേര് നോക്കിയിട്ടാണ് പിന്നീട് നമുക്കവരെ ഓർമ്മിക്കാൻ സാധിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഉറ്റവർ, ഉടയവർ എത്ര പേരാണ് ഇന്നാറടി മണ്ണിൽ വിശ്രമം കൊള്ളുന്നത്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സന്തോഷിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇന്ന് നല്ല മഴയാണ്, പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്, ജാഗ്രതാ നിർദ്ദേശമാണ്. എന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഉപ്പ കൊണ്ട വെയിലിൻ്റെ തണലാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഉമ്മ കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. ആ ഉമ്മയും ആ ഉപ്പയും ചിന്തിക്കണം, മക്കൾ മഴ നനയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മഴ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ തൻ്റെ തട്ടത്തിൻ്റെ തുണ്ടുകൊണ്ടോ അല്ലെങ്കിൽ തുണിയുടെ സൈഡ് കൊണ്ടോ ആ തല തോർത്തി തരുന്നത് തല നനഞ്ഞതുകൊണ്ട് അതിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ. ആ ഉമ്മയും ബാപ്പയും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ആ ബന്ധം അവർ ഖബറിലാകലോടുകൂടി, അവർ മരണപ്പെടലോടുകൂടി ആ ബന്ധം നാം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നാളെ നമ്മൾ മരണപ്പെടും. നമ്മുടെ മക്കൾക്ക് നമ്മുടെ പേര് ഉപ്പ ഉമ്മ എന്ന് പേര് വിളിക്കുന്നതിന് പകരം മയ്യത്ത് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു ദിവസം നമുക്കും വരാനുണ്ട്. നമ്മളും ഖബറിൽ കിടക്കേണ്ടവരാണ്. നാളെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശേഷമുള്ള മക്കളുടെ മക്കൾ, വരും തലമുറകൾക്ക്
നമുക്കുള്ള അടയാളമായി പറഞ്ഞു കൊടുക്കാനുള്ളത് മീസാൻ കല്ലോ, അതിൽ കൊത്തിവെച്ച പേരോ അല്ലെങ്കിൽ അവിടെ നട്ട ചെടിയോ ആയിരിക്കാം. ചിന്തിക്കണം, അത്രയേ ഉള്ളൂ ദുനിയാവ്. ഈ ദുനിയാവിലാണ് മരിച്ചു പോവേണ്ട, നശിച്ചു പോകുന്ന ദുനിയാവിലാണ് വാശിയും വൈരാഗ്യവും വെച്ച് ബന്ധങ്ങൾ അകാരണമായി മുറിച്ചു കളഞ്ഞ് ജീവിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് മിണ്ടാതെ പിണങ്ങി നിൽക്കുന്ന, കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്ന, അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്ന, മറ്റു ബന്ധങ്ങളൊക്കെ മുറിച്ച് ഒന്നുമല്ലാതെ ജീവിതം തീർത്തു പോകുന്ന ഒരവസ്ഥ നാം ഓരോരുത്തരും സൂക്ഷിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നാമും മരണപ്പെടേണ്ടവരാണ്. എന്തിനാണ് വെറുതെ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നത്? ബന്ധങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അതിലൂടെ ഉണ്ടാകുന്ന വലിയ നഷ്ടമാണ്, പരാജയമാണ്. ആ പരാജയം മനസ്സിലാക്കുക. അതുകൊണ്ട് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.